Praise the Lord. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയത്ത് നിങ്ങളോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥനാധ്വനി ബഹ്റിൻ ചാപ്റ്ററായിട്ട് ഇവിടെ ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ കരയറ്റുന്നു. ഇപ്രകാരം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദേവദാസൻ പാസ്റ്റർ ടൈറ്റസ് ജോൺസൺ അവരോടും ഖത്തർ അസോസിയേറ്റ് പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ എം ജേക്കബ് അവരോടുമുള്ള നന്ദിയും സ്നേഹവും, ഒപ്പം ഈ ചർച്ച് കമ്മിറ്റിയോടും ചർച്ച് മെമ്പേഴ്സിനോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. ഞങ്ങള് തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്ററായിട്ട് ബഹ്റിൻ ചാപ്റ്ററായിട്ട് ഇവിടെ ഞങ്ങള് കടന്നു വന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്നുള്ളത് പ്രാർത്ഥനാധ്വനി എന്ന ഈ ഒരു സംഘടനയെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഇതെന്താണ് എന്നൊന്ന് മനസ്സിലാക്കി തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രാർത്ഥനാധ്വനി എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ തന്നെയുണ്ട് പ്രാർത്ഥന. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയാൽ മറ്റുള്ളവരെ കൈത്താങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചതായ ഒരു സംഘടനയാണ് പ്രാർത്ഥനാധ്വനി. 2000 ആണ്ട് ഒക്ടോബർ മാസത്തില് ഗുജറാത്ത് ജാംനഗറിൽ വെച്ച് പ്രിയ കത്രുദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയൽ അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവിക അരുളപ്പാടുണ്ടായി. എനിക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ചില പ്രാർത്ഥനാ വീരന്മാരെ ആവശ്യമുണ്ട്. ഇപ്രകാരം മാത്രമായിരുന്നു അദ്ദേഹം കേട്ടതായ ഒരു ദൈവിക അരുളപ്പാട് എന്നുള്ളത്. എന്നാൽ ആ ഒരു ദൈവിക ദർശനം പ്രകാരം താൻ സ്വന്തം കൈയാൽ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരു പേപ്പറിൽ എഴുതി അത് ഒരു 50 ഫോട്ടോ കോപ്പി എടുത്ത് തനിക്കറിയാവുന്ന ഒരു 50 പേർക്ക് അത് ദേവദാസൻ അയച്ചു കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവരാ കൂട്ടം കൂടി അങ്ങനെ പ്രാർത്ഥിക്കുവാനും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതിലൊരു വലിയ വിടുതൽ കണ്ടെത്തുവാനും ഇടയായി തീർന്നു. പിന്നീട് തുടർന്ന് ഇന്ത്യയിലെ നാനാഭാഗങ്ങളിൽ നിന്നും പലരും പ്രാർത്ഥനാ വിഷയങ്ങൾ ദേവദാസനെ അറിയിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു അറിയിപ്പ് ലഭിച്ചതും പ്രകാരം ദേവദാസൻ അത് കൂടുതൽ വിപുലീകരിക്കുവാനായിട്ട് ഇടയായി തീരുകയാണ് ഉണ്ടായത്. അങ്ങനെ പ്രാർത്ഥനാധ്വനി എന്ന് പറയുന്നത് പ്രാർത്ഥനയാൽ അടിസ്ഥാനപ്പെട്ട ഒരു സംഘടനയായി അത് വളർന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. 2001 കയ്യെഴുത്തു പ്രതി ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി ഒരു പ്രിന്റ് ചെയ്ത് പേപ്പറുകൾ വിതരണം ചെയ്യുവാനായിട്ട് പ്രിയ ദേവദാസന് ഇടയായി തീർന്നു. ആ ഒരു സമയങ്ങളിൽ ഏകദേശം 5000-ലധികം കോപ്പികൾ വിവിധ ആളുകളിലേക്ക് പ്രിയ ദേവദാസന് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥനാധ്വനി ദിനംതോറും കൂടുതലായിട്ട് ആളുകളെ കണ്ടെത്തുവാൻ, പ്രാർത്ഥനാ വീരന്മാരെ കണ്ടെത്തുവാനായിട്ടൊക്കെ ഇടയായി തീർന്നു. 2014 ജൂൺ മാസത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ RNI അംഗീകാരം ലഭിക്കാനായിട്ടും ഇടയായി തീർന്നു. ഗുജറാത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ആദ്യ ക്രിസ്ത്യൻ പത്രമായിട്ട് പ്രാർത്ഥനാധ്വനി മാറുവാനായിട്ട് ഇടയായി തീർന്നു. ബഹ്റിൻ ചാപ്റ്ററിനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് 2019 ഇവിടെ പാസ്റ്റർ ബെൻസൺ ദാനിയൽ ബഹ്റിനിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് വിവിധ സഭകൾ സന്ദർശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പല ദേവദാസന്മാരെ കാണുവാനായിട്ട് ഇടയായി തീർന്നു, പല ദൈവമക്കളെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 2019 ഒക്ടോബർ മാസം 30-ാം തീയതിയാണ് അതും ഈ ചർച്ചിൽ വെച്ച് പ്രാർത്ഥനാധ്വനി ബഹ്റിൻ ചാപ്റ്റർ തുടങ്ങുവാനായിട്ട് ഇടയായി തീർന്നത്. വളരെ അവിചാരിതം എന്ന് പറയട്ടെ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥനാധ്വനിയായിട്ട് ആദ്യത്തെ ചർച്ച് വിസിറ്റ് വെച്ചിരിക്കുന്നതും ഈ ഒരു സഭയിലാണ്. അന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാധ്വനി ഉദ്ഘാടനം ചെയ്ത ദേവദാസനാണ് പാസ്റ്റർ PM ജോയ് അവർകൾ. അദ്ദേഹം ഇന്നും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമേകുന്ന ഒരു കാര്യമാണ്. ഒപ്പം ഇതൊരു നിലച്ചിരിക്കാത്ത ഒരു കാര്യമായി പോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ബഹ്റിൻ ചാപ്റ്ററിന്റെ ചെയർമാൻ എന്ന് പറയുന്ന പാസ്റ്റർ ജേസൺ കുഴുവിള അവർകളാണ്. എന്നാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ആനുവൽ ലീവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പോകേണ്ടതായി വന്നതുകൊണ്ട് ഞങ്ങള് പിന്നീട് ആര് എന്നുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾ തിരക്കിയപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് പോകേണ്ടി വന്നില്ല. അങ്ങനെയാണ് ദേവദാസൻ പാസ്റ്റർ PM ജോയ് അവരുകളെ ഞങ്ങൾ ക്ഷണിക്കുവാനായിട്ടും ഇടയായി തീർന്നത്. ഇവിടെ 2019 ആരംഭിച്ചതായ പ്രാർത്ഥനാധ്വനി ഇന്ന് ഇപ്പോൾ ഈ 2026 ഏകദേശം 7 വർഷം അത് എന്റെ പ്രവർത്തനം പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതിന്റെ ആദ്യത്തെ ചെയർമാനായിട്ടിരുന്നത് പാസ്റ്റർ ബിജു ഫിലിപ്പ് അവറുകളാണ്. ഇതിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചത് ബ്രദർ ബിജു ജോർജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം
നിങ്ങളുടെ സഭാംഗം കൂടിയാണ്. അദ്ദേഹമായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിപ്പാനായിട്ട് ഇടയായി തീർന്നത്. അന്ന് ഉദ്ഘാടന വേളയിൽ ദേവദാസൻ പാസ്റ്റർ പി എം ജോയ് അവർ ഒരു ദൈവിക ദൂത് പോലെ പ്രകാരം പറഞ്ഞു, നിങ്ങൾ 5000 അല്ല 10,000 അല്ല 15,000 പ്രാർത്ഥനാ വീരന്മാർ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഒരു സംഘടനയായി രൂപപ്പെടും എന്നുള്ള ഒരു ചെറിയ ഒരു ദൈവിക ദൂത് അന്ന് ഈ ഉദ്ഘാടന വേളയിൽ ദേവദാസൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഒരു ദൂത് പിന്നീട് അത് സഫലമായി തീർന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അത് നിവൃത്തീകരിക്കപ്പെട്ടു എന്ന് പറയുന്നതും ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഇന്ന് വിവിധ രാജ്യങ്ങളിലായി ഏകദേശം 15,000-ത്തിലധികം പ്രാർത്ഥനാ വീരന്മാർ പല സമയങ്ങളിലായി കൂടിയിരുന്ന് പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേകർക്ക് അത് മുഖാന്തരം വിടുതലായി തീരുവാനും ഇടയായി തീർന്നു. പ്രാർത്ഥനാ ധ്വനിയെ സംബന്ധിച്ച് പ്രാർത്ഥന എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഫാമിലി ഗെറ്റ് ടുഗദറുകൾ, പിന്നെ വുമൻസ് കോൺഫറൻസ്, അതുപോലെ ടാലന്റ് നൈറ്റ്, അതുപോലെ പ്രയർ ഡ്രൈവ്, നമ്മൾ ബഹ്റിൻ ഇവിടുന്ന് ഒരുപാട് വിശ്വാസി ജനങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിരുന്നു. ഒരുപാട് സഹോദരങ്ങൾ ആ പ്രയർ ഡ്രൈവിന് കടന്നു വന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. അതുപോലെ ടാലന്റ് നൈറ്റ് ഇവിടെ വെച്ച് തന്നെയാണ് 2 വട്ടം ഞങ്ങൾക്ക് പ്രാർത്ഥനാ ധ്വനിയായിട്ട് ഇവിടെ ടാലന്റ് നൈറ്റ് ക്രമീകരിക്കാനായിട്ട് ഇടയായി തീർന്നത്. പിന്നെ മെഡിക്കൽ എയ്ഡ്, വിവാഹ സഹായം, അങ്ങനെ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചുക്കാൻ പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ദൈവസഭയുടെയും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടിലല്ല ഇത് പോകുന്നത്. പക്ഷെങ്കിൽ ഈ പ്രാർത്ഥനാധ്വനി എന്താണെന്നും പ്രാർത്ഥനാധ്വനിയുടെ ആ ഒരു പ്രവർത്തനം എന്താണെന്നും മനസ്സിലാക്കി അനേകം ദൈവമക്കൾ നമുക്ക് കൈത്താങ്ങലുകൾ നൽകിയത് നിമിത്തമാണ് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് ഞങ്ങൾ കടന്നു വന്നതിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കമ്മിറ്റി, ഇപ്പോഴത്തെ ഒരു പുതിയ കമ്മിറ്റി എന്ന് പറയുന്നത് 2024-2026 വർഷങ്ങളിൽ ആരംഭിച്ച കമ്മിറ്റി. ആ ഒരു കമ്മിറ്റിയിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പാസ്റ്റർ ജെയ്സൺ കുഴിവിള ചെയർമാനായി, ബ്രദർ സജി ജോൺ വൈസ് ചെയർമാനായി, ബ്രദർ സാം മാത്യു, അതുപോലെ ഞാനും കോർഡിനേറ്റേഴ്സായി, മറ്റ് മിഷൻ കോർഡിനേറ്റേഴ്സ്, പ്രയർ കോർഡിനേറ്റേഴ്സ് എല്ലാമായി ഒരു സംവിധാനം വീണ്ടും രൂപപ്പെടുവാനായിട്ടും ഇവിടെ ഇപ്രകാരമൊക്കെ പ്രവർത്തനങ്ങൾ കൈവരിപ്പാനായിട്ടും ഇടയായി തീർന്നു. അന്ന് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് കൂടുതൽ ആളുകളിലേക്ക് പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങളെ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ പ്രകാരമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രത്യേകിച്ചായിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഒരു പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനം എന്താണെന്നും അതിൻ്റെ കഴിഞ്ഞ നാളുകളിൽ പിന്നിട്ട നാൾവഴികളിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ടുള്ള വിവിധ ദേവദാസന്മാരുടെ പല വിധത്തിലുള്ള നോട്ട്സുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാഗസിൻ, ഒരു സ്പെഷ്യൽ എഡിഷൻ ന്യൂസ് പേപ്പർ നമ്മൾ ഇറക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അത് ഇന്ന് ഇവിടെ വെച്ച് അത് പബ്ലിഷ് ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ പല പ്രാവശ്യങ്ങളിലും പല സംഘടനകളും ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് ആണ് ഇറക്കാറുള്ളത്. എന്നാൽ മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒരു ന്യൂസ് പേപ്പർ ഇവിടെ ഹാർഡ് കോപ്പി ആയിട്ട് ഇവിടെ ആരിലും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ അതൊരു സ്പെഷ്യൽ സപ്ലിമെന്റ്, ഒരു ഹാർഡ് കോപ്പി ആയിട്ട് തന്നെ ഇവിടെ റിലീസ് ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ പല ആളുകളുടെയും ഈ കൈത്താങ്ങലും സപ്പോർട്ടും കൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സ്പെഷ്യൽ സപ്ലിമെന്റ് ഇവിടെ ഇറക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇവിടെയും പല ദൈവമക്കളും കൈയഴിച്ച് സഹായിക്കാനായിട്ടൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പൊ ഞങ്ങളുടെ കമ്മിറ്റി മെമ്പർ അല്ലെങ്കിൽ പോലും ബ്രദർ ജസ്റ്റിൻ മാത്യു, അദ്ദേഹമൊക്കെ പലപ്പോഴും ഞങ്ങൾക്ക് ആ ഒരു സഹായമൊക്കെ നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതും ഈ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി ഓർക്കട്ടെ. ഈ പ്രാർത്ഥനാ ധ്വനിയുടെ സ്പെഷ്യൽ സപ്ലിമെന്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങളുടെ ദൈവദാസൻ പാസ്റ്റർ ടൈറ്റസ് ജോൺസൺ അവറുകളാണ് ഇതിന്റെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചത്. ഞങ്ങൾ കമ്മിറ്റിയായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു, ദേവദാസനെ ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. എങ്ങനെയായി തീരും, എപ്രകാരമായി തീരും, ദേവദാസന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണ് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഒരു പ്രാർത്ഥിച്ച് ആ ദൈവദാസനിൽ ആ ഒരു ചുമതല ഫലമേൽപ്പിച്ചു. സത്യസന്ധമായിട്ട് പറയട്ടെ, വളരെ ആത്മാർത്ഥമായി, ഞങ്ങളെക്കാളൊക്കെ അപ്പുറമായിട്ട് വളരെ ആത്മാർത്ഥമായി ആ വിഷയത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ആ ഒരു പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന പ്രാർത്ഥനാ ധ്വനി
സ്പെഷ്യൽ സപ്ലിമെന്റ് ന്യൂസ് പേപ്പർ എന്നുള്ളത്. അത് ഇപ്പോൾ പ്രിയ ദേവദാസൻ ടൈറ്റസ് ജോൺസൺ അവറുകൾ, ദേവദാസൻ പാസ്റ്റർ PM ജോയ് അവറുകൾക്ക് കൈമാറി ഇപ്പോൾ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു സമയത്ത് ഇതിന്റെ കൺവീനേഴ്സായി പ്രവർത്തിച്ച ബ്രദർ ഫെബിൻ എൽസദാനം, ജോബ് തോമസ്, ബ്രദർ സാം മാത്യു, അതുപോലെ വൈസ് ചെയർമാൻ ആയിരിക്കുന്ന സജി ജോൺ അവറുകൾ, പിന്നെ ഇതിന്റെ എഡിറ്റേഴ്സായി പ്രവർത്തിച്ച ആകാശ്, മനോജ് എബ്രഹാം, ബിജു ജോർജ്, എല്ലാവരും മുമ്പോട്ടൊന്ന് കടന്നു വരണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പ്ലീസ്, നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യുകയാണ്. ഇവിടെയുള്ള എല്ലാ ദൈവസഭകളിലേക്കും നമ്മൾ ഇത് റിലീസ് ചെയ്ത് കൊടുക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഫാമിലിക്ക് ഒരു ന്യൂസ് പേപ്പർ എന്നുള്ള നിലയിലാണ് നമ്മളത് ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത് പോയി വീട്ടിൽ ചെന്ന് വായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ നൽകി തന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥന അതിലൂടെ ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയാകുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കാർക്കും തകർക്കാൻ പറ്റാത്തൊരു റെക്കോർഡ് ഈ പത്രം നിങ്ങളുടെ കിട്ടുമ്പോൾ എനിക്ക് മാത്രം ആവശ്യപ്പെട്ടതാണ്. എത്ര പ്രാവശ്യം വായിച്ചെന്ന് ഞാൻ ഇതുവരെ എണ്ണീട്ടില്ല. ഇത് കഴിഞ്ഞ 2-3-4 മാസം മുമ്പ് ഇതിൻ്റെ ആദ്യത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആർട്ടിക്കിൾ ലഭിച്ചപ്പോൾ മുതൽ ഇന്നലെ വരെ പ്രസിൽ പ്രിന്റിങ്ങിന് പോകുന്നിടം വരെ എത്രയോ പ്രാവശ്യം ഇതിനകത്ത് വായിച്ചു. ഞാനൊരു ഗ്യാരണ്ടി തരാം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പുത്തൻ ഉത്തേജനം നൽകുന്ന നല്ല ചിന്തകൾ ഉൾക്കൊള്ളുന്ന നല്ല ആർട്ടിക്കിളുകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ വായിക്കണം, ഇത് പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ വായിച്ചു കഴിഞ്ഞ് ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ആ നിലയിൽ ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥനാതുരയുടെ പ്രവർത്തനത്തോട് ബന്ധപ്പെടാൻ ദൈവം യാദൃച്ഛികമായിട്ട് ഈ ദേശത്ത് എനിക്ക് അവസരം നൽകുമ്പോൾ 1996-97 കാലഘട്ടങ്ങളിൽ എൻ്റെ കൂടെ മണക്കറയിൽ വേദപഠനം സമകാലീനായിട്ട് 2 ബാച്ചിലായിരുന്നെങ്കിലും സമകാലീനായിട്ട് പഠിക്കുവാൻ ദൈവം അവസരം തന്ന ഒരു ദൈവവൃദ്ധനാണ് പ്രിയ ബെൻസൺ ഡാനിയൽ അവറുകൾ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ചെറിയ ആശയം ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇതിൻ്റെ ഓരോ മുന്നേറ്റങ്ങളും നമ്മുടെ രാജ്യങ്ങൾക്ക്, ദേശങ്ങൾക്ക്, സഭകൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കർത്തൃദാസൻ പാസ്റ്റർ PM ജോയ് അവർക്ക് ഈ പ്രഥമ പ്രതി നൽകിക്കൊണ്ട് പ്രകാശിക്കും. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാധ്വനിയെക്കുറിച്ച് ഒരു വിവരണം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. എനിക്കും പറഞ്ഞതുപോലെ പ്രാർത്ഥനാധ്വനി ബഹ്റിൻ ചാപ്റ്ററിൻ്റെ ആരംഭ സമയത്ത് അത് ഇവിടെ സ്ഥാപിതമാക്കുവാൻ തക്കവണ്ണം അത് ഉദ്ഘാടനം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അത് 7 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് പ്രാർത്ഥനാധ്വനിയുടെ ഈ ബഹ്റിൻ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് എഡിഷൻ ഒരു പേപ്പറാണല്ലേ, ന്യൂസ് പേപ്പർ. ഓക്കെ, ഇവിടെ ഇത് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ദൈവദാസൻ പറഞ്ഞതുപോലെ ഇതിൽ ഇതിൻ്റെ ഉള്ളടക്കം അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരവും ആത്മീയമായിട്ട് പുതിയ അറിവുകൾ നേടുവാനും തക്കവണ്ണം ഇടയായിത്തീരും. പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി അറിയുമ്പോൾ
അതുപോലെ ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഇതിൻ്റെ സ്ഥാപകൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവറുകൾ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾ, അതുപോലെ ഇതിൻ്റെ ചീഫ് എഡിറ്റർ ആയിരിക്കുന്ന ഇമ വെട്ടാതെ കാവൽ ആയി, അത് നമ്മൾ വായിക്കണം. എന്തുവാ ഇത്? തീർച്ചയായിട്ടും എല്ലാവരും അത് വായിക്കേണ്ടത് ആവശ്യമാണ്. പുതിയ നിയമ ഉടമ്പടിയുടെ അടിസ്ഥാനങ്ങളിൽ ജീവിക്കുക, ഉടമ്പടിയുടെ തത്വങ്ങൾ നമ്മിൽ പൂർത്തീകരിക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. ഉടമ്പടിയുടെ ജനത്തിന് മാത്രമേ ലോകത്തെ തോൽപ്പിക്കുവാനും യേശുവിനെ മഹത്വപ്പെടുത്തുവാനും കഴിയൂ. അപ്പൊ ഈ പുതിയ നിയമ ഉടമ്പടി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. പാസ്റ്റർ പി ഫിലിപ്പ് അവറുകൾ തനിക്ക് ലഭിച്ച ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്ന ആ ഈടുറ്റ ലേഖനം, അത് ഇതിലേക്കൊക്കെ നമ്മെ നടത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ നിയമവും, പുതിയ നിയമത്തിൻ്റെ വീക്ഷണത്തിൽ പഴയ നിയമവും നാം ഗ്രഹിക്കേണ്ടതാണ്. ഡോക്ടർ എബ്രഹാം വെൺമണി എന്ന ദൈവദാസൻ എഴുതിയിരിക്കുന്ന ആ ലേഖനവും വളരെ അനുഗ്രഹപ്രദവും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതുമാണ്. പാസ്റ്റർ ജോയൽ ജോർജ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ളതായ ആർട്ടിക്കിൾ, ആ ഇംഗ്ലീഷിലുള്ളതായ ആർട്ടിക്കിളും പുതിയ തലമുറയിൽ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഒക്കെ വളരെ പ്രയോജനകരമാണ്. വേറെ ഒന്ന്, അരനൂറ്റാണ്ട് പിന്നിട്ട ശുശ്രൂഷയിലെ ക്രിസ്തു സാന്നിധ്യം. ഈ ഐലൻഡിലുള്ള ഒരു ദൈവദാസൻ്റെ അനുമായി ഒരു ഇൻ്റർവ്യൂ അവർ നടത്തി. അതാണ് എൻ്റെ അനുഭവങ്ങളൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ വളരെ നാം ഏവരും അറിഞ്ഞിരിക്കേണ്ടതായ സുവിശേഷകൻ മധുസൂദനൻ്റെ ആ അനുഭവ സാക്ഷി, അത് തീർച്ചയായിട്ടും നമുക്കെല്ലാം വളരെ ഉത്തേജനകരമായിരിക്കും. ഈ ദേവദാസൻ എല്ലാ വെള്ളിയാഴ്ചയും എനിക്കൊരു ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് അയക്കും. അതെല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ അയക്കുന്നുണ്ട്. അദ്ദേഹം നമുക്കെല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു സിസ്റ്റർ നിഷ ചാക്കോ എഴുതിയിരിക്കുന്ന ദാനിയേലിന്റെ ജീവിത മാതൃക എന്നിത്യാദി ആർട്ടിക്കിൾസ്, അതുപോലെയുള്ളതായ അനുഭവ സമ്പത്തുള്ളതായ ദൈവമക്കളുടെ അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ വേദ പരിജ്ഞാനം, ഇവയൊക്കെ നമുക്ക് വളരെ അനുഗ്രഹപ്രദമായിരിക്കും. ഇങ്ങനെ ഈ പ്രാർത്ഥനാധ്വനി, ഇപ്പോഴുള്ളതായ ഭരണസമിതി ഇങ്ങനെ ഒരു ന്യൂസ് പ്രിൻ്റ് മാഗസിൻ ഇത് പ്രസിദ്ധീകരിക്കുവാൻ തക്കവണ്ണം അവരുടെ കരങ്ങളെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ശക്തി അറിയുമ്പോൾ പാസ്റ്റർ ജെയ്സൺ കുരുവിള കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനാധ്വനിയിൽ കൂടെ ഈ ഐലൻഡിലും അവർ ചെന്നെത്തുവാൻ കഴിയുന്ന എല്ലാ തലങ്ങളിലേക്കും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം വീരന്മാരെ ശക്തീകരിക്കുവാൻ മുൻപോട്ട് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യട്ടെ എന്ന് വളരെ ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. 7 വർഷങ്ങൾക്ക് മുൻപ് ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അതിനെ ബലപ്പെടുത്തി. 7 വർഷത്തിന് ശേഷവും ഈ ഒരു കാര്യത്തിലും എനിക്കിവിടെ ആയിരിക്കാൻ തക്കവണ്ണം സഹായിച്ചത് കർത്താവിൻ്റെ അതിരറ്റ കരുണ മാത്രമാണ്. ഈ 7 വർഷം അനേക സംഭവങ്ങൾ ലോകത്തിലും ബഹറിലും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിൽ സംഭവിച്ചു. എൻ്റെ ജീവിതത്തിലും അങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചു.
ഇവിടുന്ന് 2 പ്രാവശ്യം ഈ ബഹറിൽ നിന്ന് പോകുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുവെങ്കിലും ആദ്യത്തെ പ്രാവശ്യം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഇപ്പം പറ്റുകയില്ല എന്നുള്ള അങ്ങനെ ഒരു കാര്യമുണ്ടായി. സഭയും അതുപോലെ തന്നെ ആ നിലപാടെടുത്തു. പിന്നീട് 23 ആരംഭത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവളും ആ സമയത്ത് അതിനുവേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ സംഭവങ്ങളൊന്നും നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ല. ദൈവിക ടൈം ടേബിളിൽ ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നും എനിക്കിവിടെ ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇതൊന്നും നമ്മുടെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ എൻ്റെ ദൃഷ്ടിയിൽ യാദൃച്ഛികമായി തോന്നുന്നുവെങ്കിലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ലോകസ്ഥാപനത്തിന് മുന്നമേ നിശ്ചയിച്ചിട്ടുള്ള ഒരു ടൈമാണിത്. അത് തീർച്ചയായിട്ടും ഒരു ദൈവനീതി കൂടിയാണ്. കർത്താവിൻ്റെ കൃപ, നിങ്ങളുടെ ഏവരുടെയും വിലപ്പെട്ട പ്രാർത്ഥന ഇതിനൊക്കെയും സഹായമായി. ഈ ഫാദർ ആന്റണിയുടെ ഈ ന്യൂസ് എഡിഷൻ, സ്പെഷ്യൽ എഡിഷൻ, ദൈവനാമഹത്വം, അങ്ങയുടെ നാമം ഉയർത്തപ്പെടേണ്ടതിനും അനേക ദൈവമക്കൾക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം, ബലഹീനരായിരിക്കുന്ന അനേകർക്ക് ബലം ലഭിപ്പാൻ തക്കവണ്ണം, പ്രത്യാശയില്ലാതെ ഇരിക്കുന്ന അനേകർക്ക് പ്രത്യാശ നൽകുവാൻ തക്കവണ്ണം ഈ ആർട്ടിക്കിൾസും ഈ ന്യൂസ് പ്രിന്റ് സഹായമാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇത് ദൈവനാമഹത്വത്തിനായിട്ട് ഇവിടെ സമർപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. ഇതിനിടയിൽ 2 പേരെയും കൂടെ വിളിക്കാൻ മറന്നുപോയി. ജോൺസൺ ബ്രദർ ആൻഡ് മജു ഇടുക്കള. ഓക്കെ, ഞങ്ങളുടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രാർത്ഥനാധ്വനിയുടെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചത് പാസ്റ്റർ ടൈറ്റസ് ജോൺസൺ അവരുകളാണ്. ഒപ്പം ഞങ്ങളപ്പോൾ അദ്ദേഹത്തെ തീർച്ചയായിട്ടും മാനിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ടൈറ്റസ് പാസ്റ്റർ മാത്രമല്ല അതിനുവേണ്ടി കഷ്ടപ്പെട്ടത്. ബഹുമാനപ്പെട്ട സിസ്റ്റർ സിനി ടൈറ്റസും അവരുകളും മുമ്പോട്ട് കടന്നു വരണമേ. ഇരുവർക്കുമുള്ള ഒരു സമ്മാനം ഞങ്ങളിപ്പോൾ കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വൈസ് ചെയർമാൻ ബ്രദർ സജി ജോൺ അവറുകൾ ഇപ്പോൾ ഇരുവർക്കുമുള്ള സമ്മാനം നൽകുന്നതായിരിക്കും. താങ്ക് യു. ശരിക്കും അവർ അതിനുവേണ്ടി കഷ്ടപ്പെട്ട അവർ കുടുംബമായി രാത്രിയിൽ ഒരുപാട് സമയങ്ങൾ ഇരുന്ന് കഷ്ടപ്പെട്ട ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും അവരെ തുടർന്നും ദൈവം അനുഗ്രഹിക്കുകയും തുടർന്നും അവരെ മുന്നോട്ട് വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കർത്തൃദാസൻ മുമ്പോട്ട് കടന്നു വന്ന ഞങ്ങൾ ശുശ്രൂഷ